എന്നാ കാണിക്കുന്നേ? നല്ല വെയിലല്ലേ. അപ്പം ഞാനും അമ്മയും കൂടെ രാധമേനെ കാണാൻ വേണ്ടി പോവാണ്. ഓണത്തിനൊന്നും രാധമേനൊന്നും കാണാൻ പറ്റില്ല. അപ്പം ആൾക്ക് 2-3 ദിവസം കൂടെ കഴിഞ്ഞ് പണിയൊക്കെ തുടങ്ങും, തൊഴിലുറപ്പ്. പിന്നെ ഗവൺമെൻറ് ഉദ്യോഗം കിട്ടിയവരാണ്. കാണണമെങ്കിൽ നമ്മളൊരു 5 മണി കഴിഞ്ഞ് ചെല്ലണം, പിന്നെ രാവിലെ ചെല്ലണം, പിന്നെ ഞായറാഴ്ച ദിവസം ലീവ് ഉള്ളൂ. തൊഴിലുറപ്പ് ഒരു ഗവൺമെന്റ് ജോലിയാണ്. ഇപ്പം പൈസ ഒക്കെ കൂട്ടിയല്ലേ? എത്ര ഉണ്ട്? 350 രൂപ അടുത്തുണ്ടെന്നാ പറഞ്ഞേ. അമ്മയുടെ കാർഡ് ഇല്ലേ? എന്റെ കാർഡും എന്റെ കയ്യിലുണ്ട്. 2-3 കൊല്ലമായിട്ട് പോകുന്നില്ല. അതിനു മുമ്പ് പോയിക്കൊണ്ടിരുന്നതാണ്. ഇനിയിപ്പം പോകേണ്ട ഒരു അവസ്ഥ വന്നാൽ നമ്മൾ പോകും. ഇനിയിപ്പം പോകേണ്ട വരും. അതിന് മടിയൊന്നുമില്ല കേട്ടോ, നമുക്ക് ഇഷ്ടമാണ് ആ പണിയൊക്കെ ചെയ്യാൻ. ഇനിയിപ്പോൾ ഞാൻ പഠിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ അതൊക്കെ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാണല്ലോ, വീട്ടിൽ ഇരുന്ന് നമുക്ക് മടുപ്പാവും. മടുപ്പ് മീൻസ് പപ്പ ആണെങ്കിൽ ഇപ്പോൾ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ വയറ് കണ്ടമാനങ്ങ് ചാടും. അപ്പോൾ അതുകൊണ്ട് പറയണേ, ഞാൻ റബ്ബർ വെട്ടാൻ പോവാം, നിങ്ങൾ സമ്മതിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇനിയിപ്പം പപ്പ ചെറിയ റബ്ബറൊക്കെ വെട്ടണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. തോർച്ചയായില്ലേ, താഴെ വരെ പോയിട്ട് വരാം. അന്നേരം പറ്റുന്ന സമയത്ത് നമ്മളെ പറ്റുന്ന ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ലെന്നേ. അതെ, എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യണം. ഇപ്പം അച്ഛമ്മയൊക്കെ ആണെങ്കിലും ഇപ്പോഴും ഇങ്ങനെ നടക്കുന്നതുകൊണ്ടാണ് എനിക്ക് നടക്കണേ. നമ്മളൊരു വീട്ടിൽ ഇരിപ്പായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓരോരോ അസുഖങ്ങൾ വരും. പിന്നെ അവിടെ സ്ഥിരമായിട്ട് ഇരിപ്പായി പോകും. എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ചെയ്യുക. ഞാനാണ് എൻ്റെ ആദമ്മയോട് എപ്പോഴും പറയും, ഇത് അമ്മയ്ക്ക് ഏകദേശം ഒരു 67-68 വയസ്സോളം ഉണ്ട്. വീട്ടിൽ ചുമ്മാ ഇരിക്കേണ്ട, പറ്റുമ്പം പോയി പണിതോ, 10 പൈസയും കിട്ടും. കൂട്ടുകാരും ഒക്കെ കൂടി വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് സമയവും പോകും. അമ്മയ്ക്കും മനസ്സിനൊരു സന്തോഷമാണ്. അതുകൊണ്ട് പറ്റുന്നിടത്തോളം കാലം പൊക്കോളം പറഞ്ഞിട്ടുണ്ട്. പോയാലോ? പോകാം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നട ഇറങ്ങുമ്പോൾ വീഴുകയല്ലേ? വീട് ബൈക്കിന് പോകാതെ കട്ടൻ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞെങ്കിൽ കേറി പോവാം. രാമ കറിക്കുള്ളതൊക്കെ അരിയായിരുന്നു കേട്ടോ. ഓണമൊക്കെ അടിച്ചു പൊളിച്ചോ? അടിപൊളിയായിരുന്നോ? ആ, എന്റെ ചേച്ചിയെ കണ്ടു, അതിനകത്ത് കൂട്ടുകാരിയെ സുഖമായിട്ടിരിക്കുന്ന കണ്ടു. എല്ലാം നല്ല. മറ്റേ ആ ചേച്ചി ഇപ്പോഴും ഉണ്ടോ? അതിന് അസുഖമായിട്ട് ഇരിക്കുവോ? അതൊരു കൊച്ചു വരുന്നുണ്ട്. വാക്കത്തി അരുവയൊക്കെ എടുത്തോണ്ട് വരുന്നുണ്ട്. ഇതിന്റെ അകത്തൊരു വാഴക്കൊല ഉണ്ടെന്ന് പറഞ്ഞു. നേരത്തെ കണ്ട് വെട്ടി വെച്ചിരുന്ന അല്ല, 2 ദിവസം പഴുത്തു നോക്കിക്കേ. പച്ചയാന്നേ, മിനിഞ്ഞാന്ന് കണ്ട് വെട്ടിയതാ. ഇന്നലെ ഇവിടെ പൊട്ടിക്കേറിയോ? വീട്ടിൽ ഒരു വാഴക്കൊല ഉണ്ടായിരുന്നേ, അതെന്ത് പഴുത്തു പോയോ? അതോ അതൊക്കെ ഞങ്ങള് തിന്ന് ബോധിച്ചു പോനെ. അതിന് ഞാനിവിടെ ഇല്ലാതെ ഒറ്റ പഴം നിന്നില്ല ഞാൻ. നീ ഇവിടെ ഇല്ലെന്നും പറഞ്ഞോണ്ട് കൊത്തി തിന്ന് പഴം പോകാതിരിക്കണോ ഞങ്ങള് തിന്ന് തീർക്കണ്ടേ? വിചാരിക്കാൻ തുടങ്ങി. ഇതെങ്ങനെ മുറിക്കും? മുറിച്ചു താമേ. മതി. ഒരു കാ ചേനച്ചു കേട്ടോ. കിളി തിന്നല്ലോ, ഇതുണ്ടോ? ഒരു കാ കിളി തിന്നു. വാഴയ്ക്കാൻ മുറിച്ചു കണ്ടെണ്ണം. അതിങ്ങനെ അടിഞ്ഞു. ഇതെന്ന് 2-3 കൂടെ എടുത്തു. അമ്മയ്ക്ക് അതാ വേണ്ടേ? എനിക്ക് 2-3 മതി. ചേർക്കാൻ മാത്രം. എന്നാ ഈ ഒരു ഇത് അമ്മയ്ക്ക് വെച്ചേക്കട്ടെ ഫുള്ളായിട്ട്. അതോ ഇത് മതിയോ? ഇതിന്റെ മതിയെന്നേ. ഇവിടെ പഴം ആരും അങ്ങനെ തിന്നത്തില്ല. അപ്പൊ ഞാൻ ഇവിടെ വെച്ച് കണ്ടിച്ചാലോ? അവനല്ലേ അങ്ങനെ കണ്ടിച്ചത്. പഴല കണ്ടിച്ചോണ്ട് പോകും. കത്തിക്ക് മൂർച്ച കുറവാട്ടോ. കത്തിക്ക് മൂർച്ചയില്ല. സന്ധ്യയായി. അല്ല, ഇത് കിളി നിന്നൊക്കെ കാണിച്ച് ശൈനി അവർക്ക് വേണമെങ്കിൽ കണ്ടേ മതി. എന്നാ കൊടുക്ക. രാമേ, മറ്റേ ആ ചേച്ചി ഇപ്പൊ അവിടെ ഇല്ലേ? ആമേ, ചേച്ചി മൂക്ക് കടിച്ചു കുറച്ചേ ഉണ്ട്. അതിനെ കെട്ടിച്ചു മതിയടേ. ആണോ? കണ്ടിക്കാം. പിന്നെ ആ പെണ്ണിന് ഒരു വെള്ളം കൊടുക്കണം. കൊടുത്തപ്പോ എല്ലാം കൂടെ കൊണ്ടാ നോക്കുവാണെന്ന്. ആളങ്ങും കൂടുതലേ, അന്നേരം നമുക്കത് കഴിക്കാം. അയ്യോ, സത്യം കഴിപ്പിച്ചിട്ട് പുട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കും. പണിക്ക് പോകുമ്പോ കാപ്പി ഉണ്ട്. കാപ്പി കൊണ്ടോ? എന്നാ വാഴക്കൊല കൊണ്ടുപോരെ. ഓണത്തിന് വന്നിട്ടൊന്നും തന്നിരുന്നു വേണ്ടില്ലേ? ഓണം ഇപ്രാവശ്യം ഇവിടെ പോഷിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് 2 കായരും തരാന്ന് വെച്ചോ. അവിടെ ഇരിക്കട്ടെ, പഴുക്കട്ടെ. 2 ദിവസം കൊണ്ട് നല്ലോണം മൂത്താണ്ട് പഴുക്കും. പുട്ടുണ്ടാക്കാം. ചുമയാണോ? എനിക്ക് തീർത്തും വയ്യ. ഓണത്തിന് വീട്ടിൽ പോയിട്ട് അമ്മാവന്മാരെയും കുഞ്ഞമ്മമാരെയും കണ്ട് സന്തോഷമായിരുന്നോ? കുഴപ്പമില്ല. ആണോ? അടിച്ചു പൊളിച്ചു. അമ്മാവനൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? അമ്മാവൻ സുഖമായിട്ടിരിക്കുന്നു, നാത്തൂനും സുഖമായിട്ടിരിക്കുന്നു, അനിയത്തി സുഖമായിട്ടിരിക്കുന്നു.
എനിക്ക് വിഷമം എന്നാന്ന് വെച്ചാൽ എൻ്റെ ചേച്ചിയുടെ കാര്യം, അയൽവക്കത്തെ പെണ്ണിൻ്റെ കാര്യം, കൂട്ടുകാരി. അത് പോട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം അതെ. അല്ലേ. ഞങ്ങൾ കയറി പോവാ, സന്ധ്യ ആയില്ലേ, നേരത്തെ കയറി പോട്ടെ. കോഴിക്കൊക്കെ തീറ്റ കൊടുക്കണം ചെന്നിട്ട്. അപ്പം ഉണ്ടെന്നാലും നീ എന്നാ പോന്നെ? ഞാൻ നാളെ പോവും. സന്ധ്യ ആയപ്പോൾ രണ്ടുപേരും കൂടെ പച്ചക്കറി പറിക്കും കേട്ടോ. രാവിലെ പറിക്കാൻ വേണ്ടി സമയം കിട്ടിയല്ല. നാളെ ഇവർക്ക് എൻ്റെ പറഞ്ഞ കോട്ടയം വരെ പോകണം. പപ്പായ്ക്ക് ഒരു ചെക്കപ്പ് ഉണ്ട്. അപ്പം പച്ചക്കറിയൊക്കെ പറിക്കുവാണെങ്കിൽ കുറച്ച് ശാന്തപ്പിച്ചിക്ക് കൊണ്ട് കൊടുക്കാം. അതെ, ചേച്ചിയും പിള്ളേരും കൂടെ വന്നായിരുന്നു കഴിഞ്ഞ ആഴ്ച. വിരുന്നിന് വന്നപ്പോൾ പെട്ടെന്ന് പോയി കേട്ടോ, അവർക്ക് തിരക്കായിരുന്നു. അതുകൊണ്ട് വിത്ത് ഐറ്റംസ് കൊണ്ടുപോയി. ആ പയറിന്റെ ആ അതൊരു 3 ആണെങ്കിലും ഞാൻ എടുത്ത് കൊടുത്തു വിട്ടു. അന്നേരം പയറ് പറിക്കാനൊന്നും സമയം കിട്ടിയില്ല, തിരക്ക് കാരണം പെട്ടെന്ന് പോയി. അതെ, എപ്പോഴും പോക്കില്ലല്ലോ. അതുപോലെ തന്നെ ചേട്ടായിക്കും ഉണ്ടാകാൻ വേണ്ടി ഒരുപാടുണ്ടാകുന്നുണ്ട്. പക്ഷെ അത് പറിച്ച സമയത്ത് ഈ ഒരു പരുവത്തിൽ പറിച്ചത് അല്ല, പിന്നെ അത് നിന്ന് മൂത്ത് പോയി. ഇതൊക്കെ അല്ല പിന്നെ പൊളിച്ച് കറി വേണം. അച്ചമ്മ കയറി വരുമ്പം കൊടുക്കാൻ, രാധമ്മയ്ക്കും 5-6 കൊടുക്കാന്നൊക്കെ ഓർത്തോണ്ടാണ് ഞാൻ ഈ സൈഡിലോട്ട് വരാതിരുന്നത്. ഇന്നലെ അച്ചമ്മ കയറി വന്നായിരുന്നു. അച്ചമ്മയ്ക്ക് അന്നേരം ഞാൻ ഒരു പിടി പറിച്ച് കൊടുത്തു വിട്ടു. ഇനിയിപ്പോൾ 5-6 രാധമ്മയ്ക്കും കൊടുക്കണം, പിന്നെ സന്തോഷ കോശത്തേക്ക് ഒരു 2-3 കൊടുക്കണം. അങ്ങനെ ഓർത്തോണ്ട് ഇത് പറിക്കാതിട്ടിരുന്നത്. ഇതിപ്പോ അങ്ങോട്ടെല്ലാം പിടിച്ചു കയറിണ്ടല്ലോ. നനച്ചാൽ മതി, വെള്ളം നനച്ചാലേ നല്ല സെറ്റായിട്ട് നടക്കുന്നത്. അച്ചിങ്ങായ്ക്ക് 60 രൂപ സിക്കിയില്ല. നമ്മള് കൊണ്ട് കൊടുക്കുമ്പം 60 കിട്ടിയല്ല, 50 കിട്ടുള്ളൂ. നിങ്ങൾ രാവിലെ പോകുമ്പോഴേ ചേട്ടായിക്ക് കൊണ്ടാനുള്ള സാധനങ്ങളും എടുത്തോണേ. പുതിയ ഐറ്റം ഉണ്ടായിട്ടുണ്ട്. അതെന്നാ പുതിയ ഐറ്റം? നമുക്ക് അവിടുന്ന് കിട്ടിയതാ. കൃഷി ഓഫീസിൽ നിന്ന് വഴുതനങ്ങ, വയലറ്റ് വഴുതനങ്ങ. ഈ നീല വഴുതനങ്ങ ഉണ്ടല്ലോ, കറി വെച്ച് കഴിച്ചാൽ ഒരു കൂണിന്റെ രുചിയാന്ന് എന്റെ കൂട്ടുകാരി പറഞ്ഞത്. അവരുടെ വീട്ടിലുണ്ടായിട്ടുണ്ടേ. അവരുടെ വീട്ടിൽ ഇപ്പം 2-3 സെറ്റ് ഉണ്ട്. അന്നേരം അവർക്ക് ഒരു തോരൻ വെക്കാനുള്ള കിട്ടിയെന്നാ പറഞ്ഞത്. നമുക്ക് ഒരു തയ്യേ ഉള്ളൂ. അന്നേരം അതൊരു കൂണിന്റെ ടേസ്റ്റാ വയലിട്ട് വെക്കുമ്പോൾ കിട്ടുന്നതെന്നാ പറഞ്ഞേ. നമ്മളിത് പറിച്ച് കറി വെച്ചിട്ട് ഇതുവരെ നമുക്കറിയാം. മൊത്തം പറിച്ചോ. ഇതിപ്പോ ഇപ്പൊ കട കൊടുക്കണ ഇത് 1 കിലോ ആയി. 1 കിലോ ആയി. കൊടുക്കാം. അല്ലാത്ത ബീൻസ് ഉണ്ട്, 2 സൈസ് ബീൻസ് ഉണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന പയറെല്ലാം പോയി. 5-6 പയറും കൂടെയൊക്കെ നിപ്പുള്ളൂ, ബാക്കിയെല്ലാം പഴുക്കാൻ തുടങ്ങി. ഇതെന്നെ കേടാകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മണ്ണിൽ നിൽക്കുന്നുണ്ടോ കേട്ടോ. അത് ഇന്റർലോക്കിന്റെ ചൂടും കൂടെ വരുമ്പോഴേ ഒരു ദിവസം വെള്ളം ഒഴിച്ചിട്ട് മൊത്തം പോകും. മാളക്കുട്ടി പയർ തിന്ന് മടുത്തുന്ന പറഞ്ഞത്. സ്കൂളിൽ പോകുമ്പോൾ മിക്ക ദിവസം പയർ മെഴുക്കോട്ടി, പയർ തോരൻ, പയർ മെഴുക്കിട്ടി, പയർ തോരൻ. ഇത് തന്നെ പരിപാടിയാണ്. ഇനി ഇവിടെ പയർ നട്ടേക്കലെന്നൊക്കെ ഓർഡർ. ഇനിയുണ്ട്. ഇപ്പൊ അങ്ങോട്ട് അപ്പുറ സൈഡിലോട്ടുണ്ട്, എത്തിച്ചു പറിക്കണം. ഇടയ്ക്ക് കയറിയിട്ടേ ഈ തക്കാളി കണ്ട ഒടിഞ്ഞു പോയെന്ന് തോന്നുന്നു. പിന്നെ ഒരു കമ്പ് ഒടിഞ്ഞു പോയി. കായ ഉണ്ടായിരുന്നത് പപ്പായും ഞാനും കൂടെ 2 ദിവസം ഒരു ഹൈടെക് കോഴിക്കൂട് ആക്കുമായിരുന്നു. നമ്മുടെ കോഴിക്കൂട്, അതായത് കോഴി മുട്ടയിട്ട് കഴിയുമ്പോൾ സൈഡിൽ നിന്ന് നമുക്ക് ഉരുണ്ട് വന്ന് നമ്മളൊക്കെ എടുക്കാൻ പാകത്തിന് അങ്ങനെ സെറ്റാക്കി കേട്ടോ ഞങ്ങള്. സത്യം പറഞ്ഞാൽ അങ്ങനത്തെ കോഴിക്കൂടിന് 20-18 റേറ്റ് ആണ്. കൂടിന്റെ വലുപ്പം. അതെ, അപ്പൊ ഞങ്ങൾ അതുപോലൊരു കൂടാക്കി മാറ്റി. നമ്മുടെ പഴയ കൂട് അരിച്ച് പുറത്ത് വെച്ച് നെറ്റൊക്കെ കെട്ടി അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും സ്ലോപ്പൊക്കെ ആക്കി അടിപൊളിയാക്കി. മുട്ടയിട്ട ഉരുണ്ടിപ്പം താഴെ വലയിൽ പോയി കിടക്കും. അവിടുന്ന് മുട്ട എടുത്താൽ മതി. നേരത്തെ നമ്മൾ കൂടിന്റെ അകത്ത് കൊട്ടയും ഒരു ബേസ് ബോർഡും ഒക്കെ വെച്ച് കൊടുത്തേക്കുമായിരുന്നു. അതിൻ്റെ അകത്ത് കയറി മുട്ട ഇടുമായിരുന്നു. എന്നിട്ട് ഇപ്പം എല്ലാവരും കൂടെ എന്നിട്ട് അടിപൊളിയായി ഈ മുട്ട ഇടാൻ വേണ്ടി. ഇപ്പം അതൊന്നും വേണ്ട, ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളിടത്ത് ഇത് മുട്ടയിടാം, ഉരുണ്ട് താഴോട്ട് പൊക്കോളും. അത് 2 കോഴി മുട്ട കൊത്തി കുടിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മൾ അതിനെല്ലാം പരിഹാരം കണ്ടുപിടിച്ചു. മൊത്തം പറിച്ചിട്ട് കാണിക്കാതെ. നമ്മൾ ഇറങ്ങിയാൽ എന്ത് പണിയാ നടക്കുകയല്ലാത്തത്. അതെ അതെ, ഒരു സംഭവമല്ലേ. ഓ, സ്വന്തമായിട്ട് പോരുന്നു സന്ധ്യ സമയത്ത്. മൂത്തോ, ഇനി ഞങ്ങളൊരു 3-4 ദിവസം കഴിയുമ്പോൾ അന്നേരത്തേക്കും ഒരു പ്ലേറ്റ് ഒരു പാത്രം കൊണ്ട് വെച്ച് കേട്ടോ. അപ്പൊ തന്നെ വീണ്ടും ഇതുപോലെ തന്നെ പറിക്കാറാവും. സന്ധ്യയായി. ഇതെല്ലാം കൂടെ നമുക്ക് കുറച്ച് ശാന്തപ്പിച്ച് കൊണ്ടുപോവാം. ഇപ്പൊ നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് അറിയുവാണെങ്കിൽ, അല്ലെ, സ്ഥിരം കാണുന്നവരെ നോക്കുവാണെങ്കിൽ ഇപ്പൊ ഇങ്ങനത്തെ ബേസിന്റെ അത് എത്ര 6-7 വട്ടം പറിച്ച്. സൈൻചേട്ടൻ ഇപ്പൊ രാവിലെ പറിച്ചു, വൈകിട്ട് ഇതുപോലെ തന്നെ പറിച്ചു. ചേച്ചി വേറെ പറിച്ചു. ഓണത്തിന് നമ്മൾ സെപ്പറേറ്റ് വേറെ പറിച്ചു.
നമ്മൾ കൃഷി ചെയ്താലുള്ള ഗുണം. അതെ, ഇനി വാടി കേട്ടോ, പക്ഷെ പഴുക്കാൻ തുടങ്ങിയല്ലേ ഇല. തീരാറായേ. പൊട്ട് പറിക്കണ്ടേ? ഉറുമ്പ് കയറി കളയുന്നു. ഇതുണ്ടോ, നശിച്ചു പോകും, തിന്നു കളയും. ഉറുമ്പ് തിന്നു. അതുപോലെ പയറിന് ഇതുണ്ട്, വാട്ടോ ഇതുണ്ടോ, പിടിക്കുമ്പോ അറിയാവേ. ഈ ചാക്കിനകത്തിരിക്കുന്നുണ്ടോ? അങ്ങേ സൈഡിൽ രാവിലെ ഞാനൊരു പിടി പറിച്ചു തോരൻ വെക്കാനായിട്ടേ, കൊച്ചിന് കൊണ്ടുപോകാനായിട്ടാ. നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന കൂടാതെ അമ്മ എന്നും കറി വെക്കാൻ വേണ്ടിയൊക്കെ പറയും കേട്ടോ. ഞാൻ കയറി കുളിക്കട്ടെ? കുളിച്ചോ, സന്ധ്യയായി. ഇത് മൂത്ത് നിൽക്കുന്നത് ഇതുണ്ടോ, ഇത് ഉറുമ്പ് കയറി. കൊടുക്കുന്നില്ല, ഫ്രിഡ്ജിൽ വെച്ചാലും മതി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിന്നാ മൂത്ത് പോകും. നമ്മൾ പൊളിച്ച് തോരൻ വെക്കാൻ നല്ലതാണ് കേട്ടോ. ഇന്ന് കുറച്ച് ഞാൻ പൊളിച്ചിട്ടാ തോരനൊക്കെ. ഇങ്ങനെ പാത്രത്തിൽ വെക്കാം. ഒരാളവിടെ ഏതാണ്ട് ഒളിഞ്ഞൊളിഞ്ഞ് നോക്കുന്നു. മുഖത്തേ ഞാൻ പേടിച്ചു വേടാ. ഞാനിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന പെരക്കാത്തോട്ട് കയറിപ്പോഴത്തേനെ മുഖത്ത് ഏതാണ്ടെല്ലാം വാരി തേച്ചിട്ട് നിൽക്കുക. തലയും കുടുംബി പോലെ, കുമ്പിടി സ്വാമിയെ പോലെ കെട്ടി വെച്ചേക്കുക. കുടുംബി ഇനി നല്ലത് നോക്ക, തിരിയോ കേട്ടോ. ഇത് മറ്റേ ബ്ലോക്ക് ബീൻസ് കേട്ടോ, നമുക്ക് ആ പഞ്ചായത്ത് കൃഷിഭവനിൽ കിട്ടിയേ. ഇത് നല്ല സാധനമാണ്. മറ്റേത് നമ്മുടെ സാധാ നമ്മളെ ചാനൽ ഉള്ളപ്പോൾ തുടങ്ങിയപ്പോൾ തുടങ്ങി ചെയ്യുന്ന ഈ ബീൻസ് അല്ലേ. ഇനിയിപ്പോൾ നമുക്ക് നിൽപ്പുണ്ട് ഐറ്റം. വഴുതനങ്ങ ഉണ്ട്, തക്കാളിക്ക കുറേ കിലോ കണക്കിന് പറിക്കാനുണ്ട്. 8-10 കിലോ ആണ്. അപ്പം അത് ചോദിച്ചിട്ട് കടയിൽ ചോദിച്ചിട്ട് എടുക്കുമെന്ന് ചോദിച്ചിട്ട് അത് കുറച്ച് പോകും. ഇത് നിന്നാലും ഇവിടെ നമ്മളിവിടെ ആണെങ്കിലും അങ്ങനെ ആർക്കും വേണ്ടത്, കുറച്ചൊക്കെ കയറി വെക്കും. പിന്നെ വെണ്ടയ്ക്ക നിൽപ്പുണ്ട്. ഇത് തിരിയണല്ലേ അപ്പാ? തിരിയണം, ഒരു പാത്രം കൂടെ വേണം. അപ്പ പറമ്പി പണിയായിരുന്നു കേട്ടോ. അതാ ഷട്ടലെല്ലാം ചെളിയൊക്കെ 2 ദിവസമായിട്ട് പറമ്പി പണിയായിരുന്നു. കുളിക്കണം, കാരണം ഞങ്ങൾ 2-3 ദിവസത്തേന് ഒരു യാത്ര പോവുക. അപ്പം ഇത് വരുമ്പോഴത്തേക്കെല്ലാം മൂത്ത് പോകും. അതുകൊണ്ടാണ് ഇപ്പം ഇത് പറിക്കാനായിട്ട് സന്ധ്യയായപ്പം ഇറങ്ങിയത്. നാളെ രാവിലെ നമുക്കൊരു യാത്രയുണ്ട്. അതെ, ചീര പോയാമേ? ചീര അത് കുറച്ചെടുത്ത് ഞാൻ കറി വെച്ചായിരുന്നേ. പിന്നെ അതിന്റെ ഇല എല്ലാം കൂടെ അങ്ങോട്ട് കേടായി പോയി. അയ്യോ, എന്നാ മൊയിലിന് വെച്ചോളൂ. അതിന് വെച്ച് കൊടുക്കാനാ, 2 കൂട്ടായിട്ട് വെച്ച് കൊടുത്താൽ അതുങ്ങൾ തിന്നോളൂ. നല്ല ചുമന്ന ചീര, ആൾക്കാർ പൈസ കൊടുത്ത് മേടിക്കുന്ന സാധനം കേട്ടോ. അതെ, നമ്മുടെ വീഡിയോ കണ്ട് നമ്മളെ ചീത്തയും കൂടെ പറയും. എല്ലാം കിട്ടിക്കഴിഞ്ഞോ? ഇത് പൊളിച്ച് കറി വെക്കാൻ വേണ്ടിയുള്ള കേട്ടോ മൂത്തത്. നമ്മുടെ ആവശ്യത്തിനുള്ളത് അങ്ങനെയുള്ളതൊക്കെ ഇത് ഫ്രിഡ്ജിൽ വെക്കാൻ നമ്മൾ വന്നിട്ട് വരും. ബീൻസ് അപ്പൊ ഇത് ഇപ്പൊ ശാന്തിയപ്പച്ചിക്ക് അല്ലേ, ശാന്തിയപ്പച്ചിക്കും സന്തോഷം ചേച്ചി നീ ഇതുകൊണ്ട് കൊടുത്തിട്ട് പോയേ. കൊടുത്തിട്ടോ. ഓക്കെ, എന്നാ പോയി കുളിച്ചോ. എല്ലാം സെറ്റ്. നമ്മൾ വരുമ്പോഴത്തേക്ക് അതെല്ലാം മൂത്തു കേടായി പോവും. 2-3 ദിവസം മതി പയർ മൂത്ത് പോകാനായിട്ട്. ഒരു 3 ദിവസം കൂടുമ്പോൾ 3 ദിവസം കൂടുമ്പോൾ പറിക്കാനുണ്ട്. കൈ നീട്ടി മേടിച്ചോളൂ. അത് അടിക്കാനുള്ള തുണി. അത് പയർ. ഇത് കിച്ചു എന്തി കുളിക്കുന്നു. അവിടെ ഒരാൾ കുളിക്കാതെ നിൽക്കുക കേട്ടോ. നമ്മുടെ മാളക്കുട്ടി രാവിലെ ഏറ്റവും മിറ്റം തൂപ്പാ കേട്ടോ. ആളെ കാണുന്നില്ല, ഓട്ടോയ്ക്ക് പറഞ്ഞു നിൽക്കണോ. ഇവിടെ എല്ലാം തൂത്ത് നല്ല വൃത്തിയാക്കി കേട്ടോ. ആഹാ, എൻ്റെ മോനെ എന്നും വരുന്നകാർ വരുമായിരുന്നു, നല്ലതായിരുന്നു കേട്ടോ. കരിയിലയാണോ മൊത്തം? അല്ല, ഒരു കാറ്റ് വീശപ്പോ പിന്നെ വീണിട്ടുണ്ട്. എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇന്ന് വെയിലുള്ളതുകൊണ്ട് കാറ്റ് വീശാൻ ചാൻസ് കുറവാ. മടുത്തോ? ആണോ? അധികം വെയിലാകുന്നതിനിപ്പുറവേ മൊത്തം അങ്ങ് തൂത്തിട്ടോ. 10 മണി കഴിഞ്ഞിട്ടേ വരുള്ളൂ. ചേച്ചിയും അപ്പച്ചിയും ഉണ്ട്. അവർ ഇന്നലെ ഒരു ഉച്ചയ്ക്ക് ആകാറായപ്പോൾ വന്നു. നേരെ സിംഗപ്പച്ചിയുടെ അങ്ങോട്ട് പോയി. സിംഗപ്പച്ചിയുടെ അവിടെ നിന്ന് വൈകിട്ട് സന്തോഷിച്ചേടെ അങ്ങോട്ട് വന്നു. എല്ലായിടത്തും വിരുന്ന് വിളിച്ചേക്കല്ലേ, അപ്പം എല്ലായിടത്തും പോകണ്ടേ.
അപ്പോൾ അവിടുന്ന് രാവിലെ കാപ്പിപ്പൊടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് ഇവിടുന്ന് ഒരു ഉച്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും പോകാമെന്നൊക പറഞ്ഞുകൊണ്ടാ. പിന്നെ വിടണമെന്ന് നമുക്ക് ആലോചിക്കാം. അതെ, അവർക്കും തിരക്കും കാര്യങ്ങളും ഒക്കെ. ചേട്ടായി എന്നായാലും ഒരു 3-ാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്കും പോവും. അപ്പം അടുത്ത മാസം പോവും. അന്നേരം ചേട്ടായിക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനാണെന്ന് പറഞ്ഞ് തിരക്കാം. അപ്പം എല്ലായിടത്തും ഒന്ന് വന്ന് കയറിയിട്ട് പോകാമെന്നും പറഞ്ഞുകൊണ്ട് വന്നാ കേട്ടോ. അപ്പം നമ്മൾ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ്. രാവിലെ പപ്പനെ എഴുന്നേപ്പിച്ചോ? പപ്പ എഴുന്നേറ്റ് കിടക്കുക. ആണോ? അപ്പം എന്തോ ചേട്ടായിക്ക് വേണ്ടി കറി വെക്കാനായിട്ട് എന്തോ മേടിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞായിരുന്നു. വിളിച്ചെഴുന്നേപ്പിക്കല്ലേ, പിന്നെ കട അടച്ചു പോകും. 8:15 ഉള്ളൂ. ഇച്ചിരി കൂടെ കഴിഞ്ഞ് പോയാലും കുഴപ്പമില്ല. പിന്നെ ഞാനും ചേട്ടായും ചേച്ചിയും ചിപ്പ് ചേച്ചിയും കിച്ചും കൂടെ ചെറിയായിട്ട് രാവിലെ ഒന്ന് കറങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അഞ്ചുരുളി തൂക്കാലൊക്കെ കാണാനായിട്ട് പോകാനായിട്ട് പ്ലാനേ ഉള്ളൂ. ചേട്ടായിക്ക് വന്നാലേ അറിയത്തുള്ളൂ. ചേട്ടായി ഇറങ്ങി എണീക്കാൻ 10 മണിയാവും. ചേച്ചി ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ചേച്ചി വാഗമൺ വരെ എങ്ങാണ്ട് വന്നിട്ടുള്ളതെന്നാ പറഞ്ഞ്, കുറച്ച് ഒക്കെ കണ്ടിട്ടുള്ളൂ. അപ്പം നമുക്ക് എല്ലാവരും ഒന്ന് കാണാനായിട്ട് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു. അതിന് ഞാൻ വെയിറ്റിംഗ് ആണ് ഇവിടെ. പോവായിരിക്കും, ഇങ്ങോട്ടൊന്നും കണ്ടിട്ടില്ലോ. എന്നാൽ പെട്ടെന്ന് ആയിക്കോട്ടെ. വലിയ വെയിൽ വന്നാൽ പിന്നെ ഭയങ്കര പാടാ തൂക്കാൻ. തൂത്തിട്ട് വാ, വേറെ പണി അടുക്കളയിലുണ്ട്. അപ്പോൾ എങ്ങോട്ടാണ് യാത്ര? യാത്ര നമ്മൾ കോട്ടയം വരെ പോവാണ്. പപ്പായ്ക്ക് ചെക്കപ്പുണ്ട്. അന്നേരം അങ്ങനെ ഇവിടെയാണ് പോകുന്നത്. ഞാനും കുട്ടേട്ടനും കൂടിയാണ് പോകുന്നത്. പിള്ളേരുടെ ഐഡിയുണ്ട്, രാധമയുണ്ട്. അന്നേരം നാളെ നമ്മൾ കാണിക്കണ്ടേ. ഇന്ന് നമ്മൾ കോട്ടയത്ത് ശാന്തച്ചേച്ചിയുടെ എടുത്തിട്ട് പോകും. അവിടെ പോയി തങ്ങിയിട്ട് നാളെ വെളുപ്പിനെ ആശുപത്രി കാണിക്കണം. പിന്നെ ഒരു ദിവസം അഡ്മിറ്റ് ചെയ്യണമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു ചെക്കപ്പ് ചെയ്യാനായിട്ട്. ചെക്കപ്പ്. അന്നേരം നമ്മൾ ഫോട്ടോ ഒക്കെ കഴുകി വൃത്തിയാക്കി പോകുന്ന വഴിക്ക് നമുക്ക് 2 കൊറിയർ അയക്കാനുണ്ട് കേട്ടോ. അത് വായിച്ചിട്ട് വേണം പോകാനായിട്ട്. അന്നേരം കാപ്പിയൊക്കെ കുടിച്ചു. ഇപ്പോൾ ഉച്ചയ്ക്ക് തലേന്നൊക്കെ ചോറക്കൊണ്ട് ഞങ്ങൾ സന്തോഷമായിട്ടങ്ങ് പോകും. അപ്പം നമുക്ക് പോകുന്ന വഴിയിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ എടുത്ത് 5 മിനിറ്റ് റെസ്റ്റൊക്കെ എടുത്ത് അങ്ങ് പോവാം. മോള് സ്കൂളിൽ പോയി. ശ്രീകുട്ടൻ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന ടേണിംഗ് പോയിന്റിലേക്കുള്ള ഒരു യാത്രയിലാണ്. ഒരു 3 ദിവസം കഴിഞ്ഞിട്ടേ ആശാൻ വരുവുള്ളൂ. പിന്നെ നമ്മൾ ഈ അസുഖ സംബന്ധമായിട്ടുള്ള ഒരു മെയിൻ യാത്രയാണ് അല്ലേ. അപ്പം എന്തായാലും പോകുന്ന വഴിക്കത്തെ കാഴ്ചകളും കാര്യങ്ങളും എല്ലാ വിശേഷങ്ങളും നിങ്ങളെ കാണിക്കാം. കോട്ടയത്ത് ചെന്നിട്ട് പെങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പരമാവധി കാണിക്കാൻ ശ്രമിക്കാം. നമുക്കിപ്പം ഇപ്പോൾ 10:30 അല്ലേ, 11 കഴിയും നമ്മുടെ സിറ്റിയിൽ നിന്ന് പോകുമ്പോൾ. അപ്പം 12, 1, 2, 3 ഒരു 3 മണി 3:30 ആകുമ്പോഴത്തേക്ക് അങ്ങ് ചെല്ലാം പയ്യെ. അതെ, നമ്മളന്നേരം വാഗമൺ എടുക്കാറായി കേട്ടോ. ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് ഓർത്തുകൊണ്ട് ഇവിടെ ഒരു കുഞ്ഞ കട കണ്ടു. അന്നേരം പപ്പ അങ്ങോട്ട് കയറി പോയിട്ടുണ്ട്. ചായ ഉണ്ടോ എന്ന് ചോദിക്കാൻ പോയതാണ്. ഉണ്ടായി കുടിച്ചിട്ടേ പോകുന്നുള്ളൂ. ഭയങ്കര തണുപ്പാട്ടോ. ഒരു ചാറ്റമഴയുണ്ട്. ചായ ഉണ്ടോ? ചായ ഉണ്ടോ? ഉണ്ടോ? ഈ ഡാലിയപ്പൂ ഉണ്ടോ മറിക്ക്? ഇല്ല, എന്നാ രസമാണ് കാണാമെന്ന് ചോദിച്ചു. ഇതിൻ്റെ ഒരു വിത്ത് മേടിച്ചോണ്ട് പോവാണേ. വെള്ളമൊക്കെ വീണേ. അതെ, കേട്ടോ. വലിയ പൊക്കമില്ല, നമ്മുടെ ഭയങ്കര ഹൈറ്റ് ആവുക. അതെ അതെ, നമുക്ക് ഗ്രോവായി വെച്ചിട്ട് പോയി അതിഭയങ്കരമായിട്ടത് ഹൈറ്റ് ആകുക. മരങ്ങൾ പൂർത്തിരിക്കുന്നുണ്ട്. മറ്റേ വാഗയാന്ന് തോന്നല്ലേ? വാഗയല്ല, മൂത്രക്കുടുക്കാന്ന് പറയും നമ്മുടെ ഇവിടെ. മൂത്രക്കുടുക്കയാണോ? ഇങ്ങോട്ട് നോക്കി, ഈ പാറപ്പുറമൊക്കെ വേനലാകുമ്പോഴേ ഉണങ്ങി കരിഞ്ഞു നിൽക്കും മൊത്തം. ഇപ്പം ഈ പച്ചപ്പ മഴയുള്ളത് കൊണ്ട് കന്നുകാലിക്ക് തീറ്റയൊക്കെ ഉണ്ട്, നടന്ന് നെയ്യുന്നുണ്ട്. ഇഷ്ടം പോലെ പച്ചപ്പയുണ്ട്, തിന്നാൻ സുഖമാണ്. ഈ പാറപ്പുറത്തൊക്കെ താമസിക്കുന്ന ഒരു വെള്ളം ഇവിടുന്ന് ദൂരെ നിന്നങ്ങാണ്ട് കൊണ്ടുവരുമേ, എന്താ ടാങ്കിനകത്ത്. എവിടുന്ന അത്? പഞ്ചായത്തിൻ്റെ ഉണ്ട്. പഞ്ചായത്തിൽ ഈ കടല ചേട്ടനാ കേട്ടോ. എങ്ങനെയുണ്ട് ഇവിടുത്തെ കാഴ്ച? നല്ല രസമാണ്. അതാ ഈ വാഗമണിലേക്ക് എല്ലാവരും വരുന്നത്. മുട്ടക്കുന്നുകളും മഞ്ഞും മലയും കാഴ്ചകളൊക്കെ കാണാനാണ്. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളിവിടെയൊക്കെ ജനിച്ചു വളർന്നതുകൊണ്ട് നമുക്കിതൊന്നും വലിയ ഒത്തിരി ഇതായിട്ട് തോന്നുകയല്ല. കോടമഞ്ഞൊക്കെ നമ്മുടെ ആ മലയിലുമുണ്ട്, നമ്മൾ താമസിക്കുന്നിടത്തുണ്ട്. ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ഭയങ്കര മഞ്ഞായി അല്ലേ, നവംബർ ഡിസംബർ. കഴിഞ്ഞ ദിവസം മോനുവിനെ നമ്മളെങ്ങാണ്ട് കൊണ്ടുവിടാൻ പോയപ്പോഴേ അതിരാവിലെ പോയിട്ട് ഭയങ്കര തണുപ്പല്ലായിരുന്നോ നമ്മുടെ ഉപ്പുപാറ സിറ്റിയിലൊക്കെ? അതെ അതെ, അത് ഇടയ്ക്ക് അങ്ങനെ ഉണ്ടാകും കാലാവസ്ഥയെ. ഇന്ന് മഴ ചെറുതായിട്ട് ഇവിടെയൊക്കെ ചാറി. മഴ ചാറിയായിരുന്നു അല്ലേ? ഇല്ലേ, നമ്മളങ്ങോട്ട് പൊടിച്ചായിരുന്നു. ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോൾ. അന്നേരം ഞാൻ ഓർത്ത് മഴ പെയ്യുമെന്ന്. കുട്ടേട്ടൻ ഇവിടുത്തെ ചേട്ടൻ്റെ കടയുടെ ഭാവമൊക്കെ നോക്കും കേട്ടോ. പുറകിലോട്ട് ഒത്തിരി പണിതിട്ടുണ്ട്, അതൊക്കെ ആ ചേട്ടൻ പറഞ്ഞായിരുന്നേ.
അന്നേരം അതെല്ലാം പോയി കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതുകൊണ്ടോ ഭയങ്കര പാറയാണ് കേട്ടോ. താഴോട്ട് നോക്കി, കൊത്തുപാറയാണ് താഴോട്ട്. ഏറ്റവും താഴെക്കൂടെ ഒരു അരുവി പോലെ വെള്ളം ഒഴുകുന്നുണ്ടേ. ഇതുണ്ടോ ആ ചേട്ടൻ, ഇതുണ്ടോ സൈഡിൽ നിന്ന് കെട്ടിക്കയറിയേക്കോ കേട്ടോ. പാറയുടെ മണ്ടയിൽ കൂടെ കെട്ടിക്കയറി 2 നില പോലെ ഉണ്ടാക്കിയേക്കുവാ. എൻ്റെ പൊന്നെ, കണ്ടിട്ട് പേടിയാകുന്നു എനിക്ക്. എങ്ങനെയുണ്ട് ഈ വീടിൻ്റെ സജ്ജീകരണം? അതെ അതെ. ആ തോടൊക്കെ ഉണ്ടെന്ന് പറയുക. കുറെ കാശ് മുടക്കി ഈ കെട്ടിടം ഉണ്ടാക്കാനായിട്ട്. ചായ കുടിക്കാൻ വരുന്നവരെല്ലാം ഇറങ്ങി വെളിയിലോട്ട് വരും കാഴ്ചകൾ കാണാൻ. അതുകൊണ്ട് ഇവിടെ കുട പണിയാൻ പോവാൻ ഇരുന്ന് ചായ കുടിക്കാൻ വേണ്ടി. ചായ കുടിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളും എല്ലാം അച്ചായം ചെയ്യുക. 10-35 വർഷം മുമ്പ് പുള്ളി ഇതിന്റെ തൊട്ടടുത്ത താമസിച്ചിട്ടുണ്ട്. നിസ്സാര വിലയ്ക്ക് മേടിച്ചിട്ടോ. അന്നത്തെ വലിയ വിലയായി. അതെ, 30 വർഷം മുമ്പല്ലേ. ഇപ്പൊ ഇവിടെ അങ്ങനെ സ്ഥലം കിട്ടാനില്ല. ഒരു കാലത്ത് ഇവിടെ ഒന്നും ആർക്കും വേണ്ടായിരുന്നു, സ്ഥലം വേണ്ടായിരുന്നു. അതെ. ഇതിന്റെ പുറഭാഗം ഒന്ന് കാണിച്ചു തരാവേ. എന്നാ രസമാണ് കാണാൻ. നോക്കി, കുഴിന്ന് പറഞ്ഞ തേയിലയാണ് കേട്ടോ. പുറത്ത് മൊത്തം തേയിലയാണ് നിൽക്കുന്നത്. ഇതിന് തൊട്ടപ്പുറത്തൊരു വീടുണ്ട്. ഭയങ്കര ഹൈറ്റാണ് കേട്ടോ. ഇവിടെ സ്ഥലത്തിനൊക്കെ ഭയങ്കര വിലയാണെന്നാണ് പറഞ്ഞത് കേട്ടോ. 2 ലക്ഷം രൂപ 2.5 ലക്ഷം രൂപ സെൻറ്റിന് വിലയാണെന്നാണ് പറഞ്ഞത്. കൊടുക്കാനുമില്ല. എല്ലാവരും മേടിച്ച് കാഞ്ഞിരപ്പള്ളി, കോട്ടയം ആ ഭാഗത്തുള്ള എല്ലാ ആൾക്കാരും ഇങ്ങനെ സെൻറ്റ് 10 സെൻറ്റ് 20 സെൻറ്റ് ഇങ്ങനെ ഫ്ലോട്ടായിട്ട് മേടിച്ചിട്ടേക്കുമെന്നാണ് ചേട്ടൻ പറഞ്ഞത്. ടെറസിൻ്റെ മണ്ട ചേട്ടൻ കണ്ടോ കപ്പയൊക്കെ നട്ടേക്കുന്നുണ്ട്. ഒരു പെട്ടിക്കകത്ത് ഇഞ്ചിയൊക്കെ നട്ടിട്ടുണ്ട്. കൂടിനകത്ത് ചേമ്പ് നട്ടു വെച്ചേക്കുന്നു കേട്ടോ. വിരലുകൾ കോർക്കാൻ മൃദുമൊഴി കേൾക്കാനായി ഉടലുണരുന്നു, ഉയരുണരുന്നു. വിരലുകൾ കോർക്കാൻ മൃദുമൊഴി കേൾക്കാനായി ഉടലുണരുന്നു, ഉയരുണരുന്നു. ദൂരെ ഈ വഴി വേറെയായി പോകയോ, മേലെ മാരിവിൽ ചില്ലയിൽ കൂടാ. പാലായിലെത്തി കേട്ടോ. പാലായിന്ന് ഇച്ചിരി അതിലെ പോയപ്പോൾ ഒരു ചേച്ചി എന്നെ നോക്കിക്കോട്ട് പോയി. ഞാനത് നോക്കുമായിരുന്നു കേട്ടോ. അതാ ഇടയ്ക്ക് ക്യാപ്പ് വന്നതേ. കുട്ടേട്ടൻ കരിമ്പൻ ജ്യൂസ് കുടിക്കുന്നുണ്ട്, എന്നെ വിളിക്കുന്നുണ്ട്. ഞാനും അപ്പുറത്തോട്ട് പോവുകയാണ്. വണ്ടി തരുതരേ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് നടക്കാൻ വലിയ പ്രയാസമാണ്. ഞങ്ങളെന്തായാലും കോട്ടയത്തൊക്കെ പോയിട്ട് തിരിച്ചു പോരും കേട്ടോ. ആശുപത്രിയിൽ പോയി പപ്പയെ കാണിച്ചു, ചെക്കപ്പെല്ലാം കഴിഞ്ഞു. ഇനി 2 ദിവസം കഴിഞ്ഞ് റിസൾട്ട് മേടിക്കാൻ പോയാൽ മതി. അത് കഴിഞ്ഞ് റിസൾട്ട് മേടിച്ച് ഡോക്ടറെ കാണിക്കണം. പപ്പ മടുത്തോ? ഇല്ലേ? ഞങ്ങൾ ഇടയ്ക്ക് നേരത്തെ ചായയൊക്കെ കുടിച്ചു കേട്ടോ. ചോറുണ്ടില്ല. എന്താണെന്ന് വെച്ചാൽ വെള്ളമൊക്കെ കുടിച്ച് വയറ് നിറഞ്ഞിരിക്കും. അതുകൊണ്ട് ചോറുണ്ടില്ല. വീട്ടിൽ ചെന്നിട്ട് ചോറുണ്ടാന്ന് വെച്ചു. രാധമ്മ അവിടെ ചോറൊക്കെ വെക്കുന്നുണ്ട്. ഇഷ്ടം പോലെ വണ്ടികളൊക്കെ വരുന്നുണ്ട്. ഇങ്ങോട്ട് വന്നപ്പോൾ കാഞ്ഞിരപ്പള്ളി പൊൻകുന്നം ആ ഭാഗം എല്ലാം ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഇവിടെ റോഡൊക്കെ നിറഞ്ഞു കിടക്കുമോ. മഴയായിരുന്നു തോന്നുന്നു. കുട്ടേട്ടന് ഐസ്ക്രീം വേണമെന്നാണ് പറയുന്നത് കേട്ടോ. 2 ഐസ്ക്രീം വണ്ടി ഈ വയ്യോർത്ത് കിടക്കുന്ന കണ്ടപ്പോൾ എന്നോട് പറയാം എനിക്ക് ഐസ്ക്രീം വേണമെന്ന്. പിള്ളേരൊന്നും ഇല്ല താനും മേടിച്ചു കൊടുക്കാൻ. ഐസ്ക്രീം വേണോ? അടുത്ത് പോകും. നമുക്ക് ഉപ്പുവറ ചെന്നിട്ട് വേണേൽ മേടിക്കാം. മാളക്കുട്ടിക്ക് ചുമയായോണ്ട് ഐസ്ക്രീം ഞാൻ മേടിക്കുന്നില്ല കേട്ടോ. കുട്ടേട്ടൻ പിന്നെ എവിടെ പോയാലും ഐസ്ക്രീം വണ്ടി കണ്ടാലും അന്നേരം എനിക്ക് ഐസ്ക്രീം വേണം എന്നൊരു പറച്ചിലുള്ളതാണ്. അത് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. നമ്മൾ
കണ്ടോ നമ്മുടെ വെള്ളച്ചാട്ടം കണ്ടോ, നമ്മളെപ്പോഴും ഇത് കാണിക്കുന്ന കേട്ടോ. ഞങ്ങളിതിലേ വന്നപ്പം വെറുതെ ഒന്നിറങ്ങി കാണാമെന്ന് വെച്ചു. ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കുറേയേറെ പേര് ഇവിടെ വണ്ടി നിർത്തി കാണാനായിട്ട് വന്ന് നിർത്തിയിട്ടുണ്ട് കേട്ടോ. കിനാത്തോണി നീങ്ങും മൂകമായി ദൂരെ വിളിക്കുന്നു തീരം ചിലമ്പൊച്ച പോലെ അരികിലരികിൽ ചേർന്നണയാൻ ഇരുമനസ്സോ കുളിരണിയേ ഇനിയും ഒരു പൊൻപുലരീതിൽ ശലഭമായി